വെൽക്കം ടു സെലീനാസ് കിച്ചൺ. ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഹമ്മൂസാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഹുമ്മൂസാണ്. അതിന് വേണ്ടതെല്ലാം ഞാനിപ്പോൾ പറയാം. അരമുറി നാരങ്ങ, പിന്നെ വേണ്ടത് 2 ചെറിയ വെളുത്തുള്ളി ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, 200 ഗ്രാം കടല പുഴുങ്ങിയതാണ്, പിന്നെ വേണ്ടത് തൈര്, പിന്നെ ഓയിലെന്ന് പറഞ്ഞാൽ ജെയ്ത്തുണ്ട എണ്ണയാണ് വേണ്ടത്, വേറെ ഓയിലൊന്നും ഉപയോഗിക്കരുത്. പിന്നെ ഉപ്പ് ഇടുമ്പോൾ നോക്കണം, തെഹിനയിൽ ഉപ്പുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം ഇടാൻ. ഇതാണ്, അത് പല കമ്പനിയുടെയും മഞ്ഞുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ മേടിച്ചേക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വെളുത്തുള്ളി ഇടാം. അതിലേക്ക് നമുക്ക് ഈ പുഴുങ്ങി വച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് തെഹിന ഇട്ട് കൊടുക്കാം. ഇത് തെഹിന പിന്നെ എള്ള്, നമ്മുടെ വെള്ള എള്ളില്ലേ, അതരച്ചതാണ് കേട്ടോ. അത് കൂടുതലിടണ്ട, കൂടുതലിട്ടാൽ കയ്പ്പാവും. ഞാനിപ്പോൾ ഇത് ഇവിടെ 4 ഇങ്ങനത്തെ നമ്മൾ ഭക്ഷണം കഴിക്കണ സ്പൂണിന് 4 സ്പൂണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് തൈര്, ആദ്യം പുളിയില്ലാത്തതായിരിക്കണേ തൈര്. മൂന്ന് സ്പൂണ്. ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഇത്തിരി ഉപ്പ്. ഞാൻ കടലയിൽ ഉപ്പ് ഇട്ടേക്കണ പറഞ്ഞാൽ ഉപ്പ് പാകത്തിനെ ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇത് എണ്ണ ഒലിവ് ഓയിൽ കൂടുതൽ വേണം. നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂട്ടൂല അരക്കണയിൽ. അപ്പം അതനുസരിച്ച് നമുക്കിനി ഇത് അരച്ചെടുക്കാം. അരച്ചത് കണ്ടോ, ഇതേപോലെ ഇരിക്കണം കേട്ടോ. നമ്മൾ സാൻഡ്വിച്ചിനൊക്കെ എടുക്കുമ്പോഴാണെങ്കിൽ ഇത് കുറച്ചെടുത്തിട്ട് ഇത്തിരി തണുത്ത വെള്ളമൊഴിച്ച് ഒന്ന് പത്തലാക്കണം, നേർമയാക്കിയിട്ട് അതിലൊഴിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ആക്കിയിട്ടോ. ഇവിടെ ഹമ്മൂസ് റെഡി. ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. കുബൂസിൻ്റെ കൂടെ, സാൻഡ്വിച്ചിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ. ഇപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതെടുത്തിട്ട് ഇച്ചിരി എടുത്തിട്ട് കുബൂസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെ ഇത് നനഞ്ഞ സ്പൂണ് ഇതിലേക്ക് ഉപയോഗിക്കരുത്, അപ്പോൾ ഇത് പൂത്തു പോകും.
അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് 2 ആഴ്ചയിൽ കൂടുതലും ഇരിക്കും. നല്ല ഫ്രിഡ്ജ് എപ്പോഴും നല്ലോണം അടക്കി ഇങ്ങനെ കാറ്റ് കയറാത്ത ഇത് വെച്ച് അടച്ച് പൂട്ടി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ കാണിച്ചത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. Hi to all my amazing viewers, welcome to Selena's Kitchen. I really hope you liked today's hummus recipe. If you're new to my channel, then don't forget to subscribe to our channel. Also press that bell icon so you'll be notified whenever we upload new videos. If you like this video, then chop that like button. Let us know which dish would you like to learn next. Also follow us on Instagram and TikTok, Facebook, Twitter are coming soon. Till then, love you all. Bye bye.